ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 24ാമത്തെ ചാപ്റ്ററാണ് ജീവപ്രക്രിയകൾ 3. അതിൽ പ്രത്യുൽപാദനം. അപ്പോൾ പ്രത്യുൽപാദനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അടുത്ത തലമുറയെ സൃഷ്ടിക്കപ്പെടുന്ന പ്രക്രിയയാണ് എന്ത്? പ്രത്യുൽപാദനം. പ്രത്യുൽപാദനം എന്നത് ഓരോ ജീവിയിലും അവയുടെ തലമുറയെ നിലനിർത്താനുള്ള സവിശേഷമായ ഘടകമാണ്. 2 തരത്തിലാണ് പ്രത്യുൽപാദനം ഉള്ളത്: അലൈംഗിക പ്രത്യുൽപാദനവും ലൈംഗിക പ്രത്യുൽപാദനവും. ലൈംഗിക പ്രത്യുൽപാദനവും. അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സ്ത്രീകളിൽ അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത് അവിടെ ഒരു എന്താണ്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതാണെന്ത്? അതിൽ 1 വിഭജനം, 2 മുകുളനം, 3 രേണുക്കളുടെ ഉൽപാദനം, 4 കായിക പ്രജനനം. അപ്പോൾ വിഭജനം എന്ന് പറയുന്നത് എന്താണ്? ഒരു കോശശരീരം വളരെ താഴ്ന്ന രീതിയിലുള്ള ജീവികളില്ലേ, ബാക്ടീരിയ, അമീബ, അങ്ങനെയുള്ളതിലാണ് അലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത്. അപ്പോൾ അവരുടെ കോശശരീരം എന്താണ്? വിഭജിക്കും. എന്നിട്ട് വിഭജിക്കപ്പെട്ട ഓരോ ഭാഗവും പുതിയ ജീവിയായിട്ട് വളരും. മുകുളനം എന്ന് പറയുന്നത് മാതൃസസ്യത്തിൽ ചെറിയ മുട്ടുകൾ പോലെയുള്ള മുകുളങ്ങൾ ഉണ്ടാവും. ഈ മുകുളങ്ങൾ ആ ചെടിയിൽ നിന്നും അടർന്നു മാറിപ്പോയിട്ട് പുതിയ ചെടിയായിട്ട് വളരും. രേണുക്കളുടെ ഉൽപാദനം എന്ന് പറയുന്നത് ചിലത് ആൽഗകൾ അങ്ങനെയുള്ള ജീവികളിലൊക്കെ എന്താണ്? ചലിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവും. അതിനെയാണ് സ്പോറുകൾ എന്ന് പറയാം. അതൊരു പ്രത്യേക തരം സഞ്ചിയിലാണ് ഉണ്ടാവുക. അതിന് സ്പൊറാഞ്ചി എന്ന് പറയും. ഈ സ്പൊറാഞ്ചിയെ പൊട്ടി സ്പോറുകൾ പുറത്തു പോയിട്ട് അവർ മുളച്ച് പുതിയ ചെടിയായിട്ട് മാറും. കായിക പ്രജനനം എന്ന് പറയുന്നത് വേര്, കാണ്ഡം, ഇല അതൊക്കെ മുറിച്ച് നട്ടിട്ട് പുതിയ ചെടികളെ സൃഷ്ടിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ അലൈംഗിക പ്രത്യുൽപാദന രീതികൾ. ഇനി കൃത്രിമമായിട്ടുള്ള കായിക പ്രജനന രീതികളാണ് മുറിച്ചു നടൽ. എന്താണ്? ഇപ്പോൾ ഒരു കൊള്ളിയൊക്കെ ആണെങ്കിൽ എന്താണ്? അതിൻ്റെ കഷ്ണങ്ങളാക്കുക, നടുക. ഇനി പതിവയ്ക്കൽ എന്ന് പറയുന്നത് മാതൃസസ്യത്തിൽ തന്നെ നമ്മൾ വേരുകൾ മുളപ്പിച്ചെടുത്തിട്ട് അതിനെ മാറ്റി നട്ട് വളർത്താം. ഇനിയുള്ളത് ഒട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ആവശ്യമുള്ള രീതിക്കുള്ള എന്താ പറയുക ക്യാരക്ടേഴ്സ് ഉള്ള 2 ചെടികളെ എടുത്തിട്ട് അവരെ ഒരെണ്ണത്തിനെ മണ്ണിൽ നിലനിർത്തിക്കൊണ്ട് മറ്റേതിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഒട്ടിച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുമ്പോൾ എന്താണ്? ഇവിടെ നിന്ന് പുതിയ ഒരു ശാഖ ഉണ്ടാവും. ആ ശാഖ എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഉള്ള അലൈംഗിക പ്രത്യുൽപാദന രീതികൾ. ഇനിയാണ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഒരു ചെടിയുടെ ഇപ്പോൾ ഇലയോ പൂവോ കാണ്ടോ എന്താണെങ്കിലും അതിനൊരു കഷ്ണത്തിന് നമ്മളെന്താണ് എടുത്തുകൊണ്ട് വന്നിട്ട് ലബോറട്ടറി കണ്ടീഷൻസിൽ അതിന് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനെ വലിയ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ടിഷ്യൂ കൾച്ചർ വഴിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയാം. ഇതൊക്കെയാണ് അലൈംഗിക പ്രത്യുൽപാദന രീതികൾ. ഇനിയുള്ളത് ലൈംഗിക പ്രത്യുൽപാദന രീതികളാണ്. ലൈംഗിക പ്രത്യുൽപാദന രീതികൾ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു സ്ത്രീ ഭാഗം ഉണ്ടായിരിക്കും, അതുപോലെ പുരുഷൻ്റെ ഭാഗം ഉണ്ടായിരിക്കും. രണ്ടിലുള്ള സാധനങ്ങൾ ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് പുതിയ സസ്യം ഉണ്ടാവുക. അപ്പോൾ ആ ചെടികളുടെ പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ അതിൻ്റെ പുല്ലിംഗ അവയവമാണ് കേസരപുടം, സ്ത്രീലിംഗ അവയവമാണ് ജനിപുടം. പുല്ലിംഗാവയവത്തിന് കേസരപുടമെന്നും സ്ത്രീലിംഗാവയവത്തിന് ജനിപുടമെന്നുമാണ് പറയുന്നത്. എവിടെ കാണപ്പെടുന്നത്? ഫ്ലവറിൽ, പൂവിലാണിത് കാണപ്പെടുന്നത്. കേസരപുടത്തിലാണ് കേസരങ്ങൾ ഉള്ളത്. കേസരങ്ങൾക്ക് 2 ഭാഗമാണുള്ളത്. 1 പരാഗകോശവും 2 ഫിലമെൻറ്റും. ഇനി സ്ത്രീ ലൈംഗികാവയവമാണ് ഏത്? ജനിപുടം എന്ന് പറയുന്നത്. ജനിപുടത്തിലാണ് ജനി ഉള്ളത്. ഈ ജനിയും കേസരവും കൂടിച്ചേർന്നിട്ട് പുതിയ ചെടികൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ജനിപുടത്തിൻ്റെ ഭാഗങ്ങളാണ് പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം. അണ്ഡാശയത്തിനുള്ളിലാണ് എന്തുള്ളത്? ജനി ഉള്ളത്. അപ്പോൾ ഇതാണ് ചെടികളിലുള്ള ലൈംഗിക പ്രത്യുൽപാദന രീതി. ഇനി ഈ രണ്ടും കേസരപുടവും ജനിപുടവും ചിലപ്പോൾ ഒരേ പൂവിൽ തന്നെ കാണപ്പെടും. അങ്ങനെയുള്ള പൂക്കളെയാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയാം. ഇനി ചിലതിലോ ആൺപൂവ് പെൺപൂവ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യാസം തന്നെ കാണപ്പെടും. ഒന്നുകിൽ കേസരപ്പൂടം ഉണ്ടാവും, അല്ലെങ്കിൽ ജനിപ്പൂടം ഉണ്ടാവും. അതിനെയാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇത് നോക്കി കണ്ടു. ഇനി നെക്സ്റ്റ് ആയി നടക്കാൻ പോകുന്നത് പരാഗണമാണ്, അല്ലെങ്കിൽ പോളിനേഷനാണ്.
പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പോളിനേറ്റിംഗ് ഏജൻറ്റ് അല്ലെങ്കിൽ പരാഗണം വാഹകരായിട്ടുള്ളത് ജലമോ കാറ്റോ അങ്ങനെ പല ഘടകങ്ങൾ. ഈ ഘടകങ്ങൾ എന്ത് ചെയ്യും? പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗ സ്ഥലത്ത് പതിപ്പിക്കുന്നതിനെ പരാഗണം എന്ന് പറയുന്നു. പരാഗി എന്ന് പറയുമ്പോൾ എന്താണ്? ആ കേസര കുടം, അതിലുള്ള കേസരങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള കേസരങ്ങൾ അല്ലെങ്കിൽ പൂമ്പൊടി ഉണ്ട്, കേസരത്തിൻ്റെ ഉള്ളിലുള്ള പൂമ്പൊടി ഉണ്ട്. ആ പൂമ്പൊടിയിൽ എന്താണ്? പരാഗണം നടക്കാനായിട്ട് ഈ പെൺപൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്ന പ്രക്രിയനെയാണ് എന്ത് പറയുക? പരാഗണം എന്ന് പറയാം. 2 തരത്തിലാണ് നടക്കുക. സ്വയം പരാഗണം ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? പരപരാഗണമുണ്ട്. സ്വയം പരാഗണം എന്ന് പറയുന്നത് ഒരു പൂവിലെ കേസരത്തിനുള്ള പൂമ്പൊടി അതേ പൂവിലെ തന്നെ പരാഗണ സ്ഥലത്ത് പതിക്കാം. പരപരാഗണം എന്ന് പറയുന്നത് ഒരു പൂവിലുള്ള കേസരത്തിൻ്റെ ഉള്ളിലുള്ള പൂമ്പൊടി എന്ന് പറയുന്നത് മറ്റൊരു പൂവിലെ പരാഗണ സ്ഥലത്ത് പതിക്കുക. അതാണ് പരപരാഗണം. ഇനി മറ്റൊരു പൂവെന്ന് പറയുന്നത് ഒരേ ചെടിയിലെ തന്നെ വ്യത്യസ്ത പൂക്കളായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? വേറെ ചെടികളുടെ പൂക്കളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പരാഗണം എന്ന് പറയാം. ഇനി ബീജസംയോജനം എന്ന് പറയുന്നത് കേസരപുടത്തിലുള്ള പൂമ്പൊടി എവിടെയാണ്? ജനിയുമായിട്ട് കൂടിച്ചേരുക. അപ്പോൾ ഒരു പൂമ്പൊടി എവിടെ എത്തി? പരാഗണ സ്ഥലത്തെത്തി. ഇനി ആ പരാഗണ സ്ഥലത്ത് നിന്നും അണ്ഡാശയത്തിലേക്ക് ആ പൂമ്പൊടി അല്ലെങ്കിൽ ആ പരാഗണ രേണു ഉണ്ടല്ലോ, പരാഗണ രേണു ഒരു ട്യൂബ് പോലുള്ള സ്ട്രക്ചർ ഫോം ചെയ്യിക്കും. അതിനെയാണെന്ന് പറയുക? പരാഗനാളം എന്ന് പറയാം. ഈ പരാഗനാളം എവിടെ എത്തും? അണ്ഡാശയത്തിലെത്തും. അണ്ഡാശയത്തിലെത്തിയിട്ട് ഇതിൽ കൂടെ വരുന്ന ആ എന്താ പറയുക, അണ്ഡാശയത്തിലെത്തും. ഈ അണ്ഡാശയത്തിലേക്ക് ഈ പരാഗണ രേണുവിലുള്ള ഗ്യാമറ്റ്സുകൾ അല്ലെങ്കിൽ അവിടെയുള്ള കോശങ്ങളൊക്കെ വന്ന് അണ്ഡാശയത്തിനുള്ളിൽ അവരെന്ത് ചെയ്യും? ബീജസംയോഗനം നടക്കും. ബീജസംയോഗനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യും. ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൂവിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും. ഇതാണ് ബീജസംയോജനം. ഇങ്ങനെയാണ് സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദന രീതി. ഇനി മനുഷ്യരിലാണെങ്കിലോ നമുക്ക് ഒരു മനുഷ്യന് പ്രത്യേക അവയവങ്ങളുണ്ട് അല്ലേ? ലൈംഗിക പ്രത്യുൽപാദനത്തിനുള്ള പ്രത്യേക അവയവങ്ങളുണ്ട്. ഇനി പുരുഷ പ്രത്യുൽപാദന രീതിയുടെ കാര്യങ്ങൾ പറയാം. ഒരു ജോഡി വൃഷ്ണങ്ങളും ഒരു ജോഡി ബീജവാഹിനികളുമാണ് അവരുടെ അവയവം എന്ന് പറയുന്നത്. ഒരു ജോഡി വൃഷ്ണങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ഒരു ജോഡി ടെസ്റ്റിസ്, അതും പിന്നെ ബീജവാഹിനികളും. എന്താണ് ഇവരുടെ ധർമ്മം? വൃഷ്ണങ്ങളുടെ ധർമ്മം ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ഇണചേരുന്ന സമയത്ത് ബീജാണുക്കൾ എപ്പിഡമിസിൽ നിന്നും വാസ് ഡെഫറൻസ് വഴി ഇജാക്കുലേറ്റിംഗ് നാളിയിലേക്ക് എത്തിക്കാം. ഇതൊക്കെയാണ് ഈ വൃഷ്ണങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ ധർമ്മങ്ങൾ. ഇനിയുള്ളത് ഒരു ഇജാക്കുലേറ്ററി നാളി. ഇജാക്കുലേറ്ററി നാളെന്ന് പറയുന്നത് മൂത്രവും ബീജാണുക്കളും പുറത്തേക്ക് പോകുന്ന പൊതുവായ മാർഗമാണ് എന്ത്? ഇജാക്കുലേറ്ററി നാളി എന്ന് പറയുന്നത്. ഈ ഇജാക്കുലേറ്ററി നാളി സ്ത്രീകളുടെ വെജൈനയിലേക്ക് എത്തിയിട്ടാണ് അവിടെ നടക്കുക. ഇവിടെ ഈ ബീജങ്ങളെ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇനി അടുത്താണ് ലിംഗം. ബാഹ്യജാനേന്ദ്രിയമായ ലിംഗം ബീജത്തെ സ്ത്രീ ശരീരത്തിലെത്തിക്കാൻ സഹായിക്കുന്നു. ഒരു ജോഡി വൃഷ്ണങ്ങളും ഒരു ഇജാക്കുലേറ്ററി നാളിയും ലിംഗവും. ഈ ഇജാക്കുലേറ്ററി നാളി എവിടെയാണ്? ലിംഗത്തിനകത്താണ്. അപ്പോൾ ഇതാണ് എന്ത്? പുരുഷന്മാരുടെ പ്രത്യുൽപാദന അവയവങ്ങൾ, അവരുടെ ധർമ്മങ്ങൾ. അപ്പോൾ ലിംഗത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യജനനേന്ദ്രിയമാണ്. അതാണ് സ്ത്രീ ശരീരത്തിലേക്ക് ബീജത്തിന് എത്തിക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവം. സ്ത്രീകളിൽ ഒരു ജോഡി അണ്ഡാശയങ്ങൾ. ഇപ്പോൾ പുരുഷന്മാരുടെ വൃഷ്ണങ്ങൾ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ദൈവം ശരീരത്തിന് പുറത്താണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ വൃഷ്ണങ്ങളുടെ ഉള്ളിലാണ് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ബീജത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് പോലും താങ്ങാൻ പറ്റില്ല. നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2-3 ഡിഗ്രി കുറവുള്ള ചൂട് മാത്രമാണ് അതിന് താങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിനെ പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത്. ഈ സ്ത്രീകളുടെ അണ്ഡാശയം എവിടെയാണ്? സ്ത്രീകളുടെ ശരീരത്തിനകത്താണ്. ഒരു ജോഡി അണ്ഡാശയങ്ങളുണ്ട്, അവരാണ് അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഓരോ അണ്ഡാശയത്തിൽ നിന്നും ഗർഭപാത്രത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ട്യൂബുകളുണ്ട്. അതിൻ്റെ പേരാണ് ഫെലോപ്പിയൻ ട്യൂബ്. ഇവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുക? ബീജസംയോഗനം നടക്കുക. അണ്ഡവാഹിനിക്കുഴലിലൂടെ ഗർഭാശയത്തിലെത്തുന്നു. അത് മാത്രമല്ല, അവിടെ വെച്ചിട്ടാണ് ബീജസംയോഗനം നടക്കുന്നത്. ഇനി ഒരു ഗർഭാശയം, ഒരു സർവിക്സ്. ഭ്രൂണം വളരുന്ന ഭ്രൂണം വളരുന്ന ഭാഗമാണ് ഗർഭാശയം. ഇനി ഗർഭപാത്രം ഗർഭാശയത്തിലേക്കാണ് തുറക്കുന്നത്.
ഇനി അടുത്താണ് യോനി. സ്ത്രീകളുടെ ജനനേന്ദ്രിയമാണ് യോനി എന്ന് പറയുന്നത്. ബീജസംയോഗത്തെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ പുരുഷന്മാരിലുള്ള ബീജം ലിംഗം വഴി എവിടെ എത്തും? സ്ത്രീകളുടെ യോനിയിൽ പ്രവേശിക്കുന്നു. യോനിയിൽ പ്രവേശിക്കുമ്പോൾ സ്ത്രീകളുടെ അണ്ടാശയത്തിൽ നിന്നും അണ്ഡം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഈ ബീജത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബീജത്തിന് ചലിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ യോനിയിൽ പ്രവേശിച്ചിട്ടുള്ള ബീജം എന്ന് പറയുന്നത് പതുക്കെ 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 ചലിച്ച് യൂട്രസിലെത്തുകയും യൂട്രസിൽ നിന്ന് ഫെല്ലോപ്പിയൻ ട്യൂബിലെത്തുകയും ചെയ്യും. ബീജം ഫെല്ലോപ്പിയൻ ട്യൂബിലെത്തുന്ന സമയത്ത് അണ്ടാശയത്തിൽ നിന്നും അണ്ഡം അവിടെ എത്തും. ഈ ഫെല്ലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുക? ബീജസംയോഗനം നടക്കുക. ബീജസംയോഗനം നടന്നിട്ട് സിക്താണ്ഡം ഉണ്ടാവുന്നു. ഈ സിക്താണ്ഡം എന്താണ്? എംബ്രിയോ ആയിട്ട് മാറുന്നു. എന്നിട്ട് അത് തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് വന്ന് അവിടെ പറ്റിപ്പിടിച്ചിട്ട് ഭ്രൂണമായിട്ട് വളരുന്നു. ഇനി ഇവിടെ ബീജസംയോഗം നടന്നില്ലെങ്കിൽ, ഇത് ബീജസംയോഗം നടക്കുന്നൊരവസ്ഥയാണ്. ബീജസംയോഗം നടന്നില്ലെങ്കിൽ എന്താണ്? ഉൽപ്പാദിക്കപ്പെട്ടിട്ടുള്ള ഓവം എന്ന് പറയുന്നത് ഫെല്ലോപ്പിയൻ ട്യൂബ് വഴി ഗർഭാശയത്തിലെത്തുന്നു. ഗർഭാശയത്തിലെത്തിയിട്ട് അതവിടെ വെച്ചിട്ട് പൊട്ടുന്നു. അപ്പോൾ ഗർഭാശയത്തിൻ്റെ വിചാരം എന്താണ്? എപ്പോഴൊക്കെ അണ്ടോൽപാദനം നടന്നു കഴിഞ്ഞാലും ഇവിടെ ഒരു ഭ്രൂണം ഉണ്ടാവാൻ പോകുന്നു എന്നാണ് അതിൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് തന്നെ അണ്ഡം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭാശയം അതിൻ്റെ ഭിത്തിയൊക്കെ കനം വെച്ച് കൂടുതൽ രക്തക്കൊല്ലുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് അതിനുള്ളൊരു പ്രിപ്പറേഷനിലിരിക്കും. ഇനി ബീജസംയോഗനം നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ അണ്ഡം മാത്രമാണ് ഗർഭാശയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആ അണ്ഡവും അപ്പോൾ ബീജസംയോഗം നടന്നില്ല എന്നുണ്ടെങ്കിൽ അണ്ഡമാണ് ഗർഭാശയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ അണ്ഡവും ഗർഭാശയത്തിന് പുതിയതായിട്ടുണ്ടായിട്ടുള്ള പാളികളും രക്തക്കൊല്ലുകളും ഒക്കെ കൂടെ പൊട്ടി യോനി വഴി പുറത്തേക്ക് പോകുന്നു. ഈ പ്രക്രിയനെയാണ് എന്താ പറയുക? ആർത്തവം എന്ന് പറയാം. 28-30 ദിവസമാകുമ്പോൾ ഓരോ മാസവും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി അണ്ഡം എങ്ങനെ ഉൽപ്പാദിപ്പിക്കുക? ഒരു ജോഡി അണ്ടാശയമാണ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഇടത് അണ്ടാശയത്തിൽ നിന്ന് ഈ മാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത എവിടെ നിന്നാണ്? വലത് അണ്ടാശയത്തിൽ നിന്നാണ് അടുത്ത മാസം എന്ത് നടക്കുക? അണ്ടോൽപാദനം നടക്കാം. ഒരു സ്ത്രീ ജനിക്കുമ്പോൾ തന്നെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ എന്താണ്? ആയിരക്കണക്കിന് അണ്ടങ്ങളുമായിട്ടാണത് ജനിച്ച് വീഴുന്നത്. പിന്നെ അതൊരു പ്യൂബർട്ടിൽ പ്രായപൂർത്തിയാവുന്ന സമയത്ത് ഓരോ മാസവും ഓരോ അണ്ടവും എന്താ പറയുക മെച്ചുവറായിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനിയാണ് ഗർഭനിരോധന മാർഗങ്ങൾ. അതിൽ താൽക്കാലിക രീതികളാണ്. താൽക്കാലിക രീതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പീരീഡ്സ് തുടങ്ങി 14 ദിവസം, ആ ദിവസത്തിനുള്ള ഒന്നും നടക്കില്ല. സ്ത്രീ പുരുഷ സംയോഗം നടക്കാതിരുന്ന് ഗർഭം ധരിപ്പിക്കാതിരിക്കുന്ന ഒരവസ്ഥ, അതാണ് താൽക്കാലികമായിട്ടുള്ളത്. അതിലൊന്നാമതാണ് താൽക്കാലികമായിട്ട് വരുന്നത് നമ്മൾ നോക്കുന്നത്. ഇനി അതിൽ വരുന്നതാണ് എന്ത്? കോണ്ടം. പുരുഷന്മാരിലെ കോണ്ടം, അതേപോലെ ഡയഫ്രം സ്ത്രീകളിൽ. അപ്പോൾ ബീജവും അണ്ടവും കൂടി ചേർന്നത് തടയാനുള്ള ഒരു ബാഹ്യമായിട്ടുള്ള തടസ്സമാണ് എന്ത്? കോണ്ടവും അതേപോലെ സ്ത്രീകളിലുള്ള ഡയഫ്രം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് കോപ്പർട്ടി പോലെ അകത്ത് നിക്ഷേപിക്കാവുന്ന ഉപാധി. അപ്പോൾ സ്ത്രീകളിൽ ഗർഭാശയത്തിനെ തടഞ്ഞുകൊണ്ട് ഒരു ലൂപ്പിടാണ്. അപ്പോൾ എന്താണ്? അങ്ങോട്ട് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ബീജങ്ങളെ പ്രവേശിപ്പിക്കില്ല. ഇനി ഗർഭനിരോധന ഗുളികകൾ വായിലൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അണ്ടവിസർജനം തടയാണത് ചെയ്യുന്നത്. ഇനി സ്ഥിരമായിട്ടുള്ള രീതികൾ, ഇതൊക്കെ താൽക്കാലിക രീതികളാണ് 4 പറഞ്ഞിട്ടുള്ളത്. സ്ഥിരമായിട്ടുള്ള രീതികൾ എന്ന് പറയുമ്പോൾ വാസക്ടോമി പുരുഷന്മാരിലും ട്യൂബക്ടോമി സ്ത്രീകളിലും. അതായത് പുരുഷന്മാരിലെ പുരുഷന്മാരിലെ വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ഒരു നാളിയുണ്ട്. ആ നാളിനെ മുറിക്കുക. അതേപോലെ തന്നെ സ്ത്രീകളുടെ ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്യുക. ഇതിനെയാണ് വാസക്ടോമി ട്യൂബക്ടോമി എന്ന് പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയില്ല. ഇനി ലൈംഗികമായിട്ട് പകരുന്ന രോഗങ്ങളാണ് ഗൊണേറിയ, സിഫിലിസ്, അങ്ങനെയുള്ള എയ്ഡ്സൊക്കെ. ഇനി എയ്ഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. നമ്മുടെ ലിംഫോസൈറ്റുകളെ ബാധിക്കുന്ന ഒരു വൈറസ് ഡിസീസാണ് എയ്ഡ്സ്. എയ്ഡ്സ് പരത്തുന്ന വൈറസാണ് HIV വൈറസ്. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം തകരാറിലാവുമ്പോൾ നമുക്ക് മറ്റു രോഗങ്ങൾ വന്നിട്ടാണ് നമുക്ക് അപകടങ്ങൾ, മരണം ഉണ്ടാവുന്നത്. ഇനി എയ്ഡ്സ് എങ്ങനെയൊക്കെയാണ് പകരുക? സുരക്ഷിതമില്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ, അണുബാധയുള്ള രക്തത്തിൽ കൂടെ, പിന്നെ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്, എയ്ഡ്സ് ഉള്ള അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എയ്ഡ്സ് പകരുക. അതല്ലാതെ
ഒരു എയ്ഡ്സ് രോഗിയെ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ടോ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ കൂടെ ഒരു കുളത്തിൽ കുളിച്ചുകൊണ്ടോ അയാളുടെ റൂം ഷെയർ ചെയ്യുന്നതുകൊണ്ടോ ആ ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ടോ ഒന്നും എന്ത് പകരില്ല, എയ്ഡ്സ് പകരില്ല. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.